നടൻ മാമുക്കോയുടെ ഒരു പഴയകാല പ്രതികരണം ഇപ്പോൾ സോഷ്യൽ മീഡിയയിൽ വൈറലാണ്. നാട്ടുകാർ കേട്ടിരിക്കണം. ചില ഇരുളടഞ്ഞ മനുഷ്യരുടെ ഹറാം എങ്ങനെയാണ് ഹലാലാകുന്നു എന്നതിനെ സംബന്ധിച്ച് ആ പ്രതികരണം വളരെ കൃത്യമായി ബോധ്യപ്പെടുത്തും. ഞാൻ ചെറുപ്പത്തിൽ കേട്ട കുറെ ഹറാമുകളുണ്ട്. ഫോട്ടോ എടുക്കാൻ പാടില്ല, ഹറാമാണ്. എല്ലാവരും കേട്ട് കാണും ഫോട്ടോ എടുക്കുന്നത് ഹറാമാണെന്ന്. പിന്നീട് ഹജ്ജിന് പോകണമെങ്കിൽ പാസ്പോർട്ട് വേണമെന്നുള്ള സമ്പ്രദായമുണ്ട്. പാസ്പോർട്ട് കിട്ടണമെങ്കിൽ പാസ്പോർട്ടിന്റെ ആള് ഫോട്ടോ വെക്കണം എന്ന് പറഞ്ഞു. അപ്പൊ ഹറാം ഓട്ടോമാറ്റിക്കലായിട്ട് ഹലാലായി. കേട്ടില്ലേ? ഇന്നലകളിൽ ഫോട്ടോകൾ പാടില്ല, വിലക്കിയിരുന്നവരാണ്. പക്ഷെ പാസ്പോർട്ട് വന്നപ്പോൾ ഫോട്ടോ വേണം, അപ്പോൾ ഹറാം ഹലാലായി മാറി. ഇവർക്ക് വെളിച്ചം വരണമെന്നുണ്ടെങ്കിൽ ആവശ്യം അത്യന്താപേക്ഷിതമായി മാറണം. ആ സന്ദർഭത്തിൽ നിർവാഹമില്ലാതെ ഇന്നലകളിൽ ഹറാമായിരുന്നത് ഈസി ആയിട്ട് ഹലാലാക്കും. എന്ത് തരം മതനിയമങ്ങളാണെന്ന് ആലോചിച്ച് നോക്കിയേ. ഇതുപോലെ തന്നെ ആ മാമുക്കോയുടെ പ്രതികരണത്തിന് താഴെ ഒരു കമൻറ്റ് വന്നിട്ടുണ്ട്. വളരെ കൃത്യമായിട്ടുള്ള നിരീക്ഷണമാണ്. അതായത് മുൻപ് TV കാണാൻ പാടില്ല, സിനിമ കാണാൻ പാടില്ല എന്നൊക്കെ ഹറാമാക്കിയിരുന്നവർ ഇന്നിപ്പോൾ ഡിജിറ്റൽ കാലഘട്ടത്തിൽ അവരുടെ പല ആശയങ്ങളും പ്രചരിപ്പിക്കുന്നതും TV-യുടെ പുതിയ വേർഷനായിട്ടുള്ള മൊബൈൽ ഫോണുകളിലൂടെയാണ്. അത് അന്ന് ഹറാമായിരുന്നു, ഇന്ന് ഹലാലായി മാറി. ഇങ്ങനെ പല കാര്യങ്ങളിലും ഇവരുടെ ചിന്താഗതി കൊണ്ട് ഇരുളടഞ്ഞിരിക്കുകയും അല്ലെങ്കിൽ ഇവർ കരുതുകയാണ് ഇതൊക്കെ എന്തോ ആഡംബരമാണ്, അനാവശ്യമാണെന്ന് ചിന്തിക്കുന്നത് പലതും വിശ്വാസികൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം വിവരക്കേട് മാത്രമാണ്. ആ വിവരക്കേടിനോട് യോജിക്കുകയല്ല, വിയോജിക്കുന്നതാണ് ആ മതത്തിൻ്റെ പുരോഗമനം എന്ന് പറയേണ്ടി വരികയാണ്. മാമുക്കോയെ പോലെ മഹാനായ ഒരു നടന് ഇങ്ങനെ തുറന്നു പറയേണ്ടി വന്നു. ഏത് കാലഘട്ടത്തിൽ? യാഥാസ്ഥിതികർ കൊടികുത്തി വാഴുന്ന സാഹചര്യത്തിൽ. അതൊക്കെ പറഞ്ഞതുകൊണ്ടാണ് ഇന്ന് ചർച്ചയാകുന്നത്. ഇതുപോലെ തന്നെയാണ് പലതും. മാറ്റേണ്ടത് മാറ്റുക തന്നെ വേണം. അതിനെതിരെ ശബ്ദം ഉയർത്തേണ്ടതുണ്ട്. അത് മാമുക്കോയെ ജീവിച്ചിരുന്ന കാലഘട്ടത്തിൽ അദ്ദേഹം ചെയ്ത പ്രവർത്തനം ഇന്നും ചർച്ച ചെയ്യുന്നത് എന്തുകൊണ്ടെന്നാൽ ജീവിച്ചിരിക്കുന്ന സന്ദർഭങ്ങളിൽ ഇതിനെതിരെയൊക്കെ ശബ്ദമായിട്ടുണ്ടെങ്കിലോ അല്ലെങ്കിൽ പ്രതികരിച്ചിട്ടുണ്ടെങ്കിലോ മാത്രമേ നാട് നമ്മളെ ഏതെങ്കിലും സന്ദർഭത്തിലൊക്കെ ഓർക്കത്തുള്ളൂ. ഇന്നത്തെ കാലഘട്ടത്തിൽ മാമുക്കോയുടെ ആ പ്രതികരണം വീണ്ടും ചർച്ചയാകുന്നത് എന്തുകൊണ്ടെന്ന് പറഞ്ഞാൽ അന്നത്തെ കാലഘട്ടത്തിൽ ഇവർ ഹറാമാക്കി വെച്ചിരുന്ന ഒരു കാര്യം പിന്നീട് എങ്ങനെ ഹലാലായി എന്നതിനെ സംബന്ധിച്ചുള്ള ഒരു ഉദാഹരണമാണ്. ഇതുപോലെയേ ഉള്ളൂ സകല കാര്യങ്ങളും. ഇവരുടെ അറിവില്ലായ്മ, ഇവരുടെ വെളിവില്ലായ്മ കൊണ്ട് ചില കാര്യങ്ങളെയൊക്കെ ഇവർ മതത്തിന്റെ പേര് പറഞ്ഞ് തടഞ്ഞു വെക്കുമ്പോൾ സ്വാഭാവികമായി മനസ്സിലാക്കേണ്ട ഒരു കാര്യമാണ് ഫോട്ടോകളോ ചിത്രങ്ങളോ വീഡിയോകളൊക്കെ ഒരു മനുഷ്യൻ ജീവിച്ചിരിക്കുന്ന സന്ദർഭത്തിലെ ഇവിടുത്തെ ഓർമ്മകൾ മാത്രമാണ്. അതിനെപ്പോലും അന്ന് അങ്ങനെയാണ് കണ്ടിരുന്നതെങ്കിൽ ഇന്നിവർ ഈ പറയുന്ന പുതിയ കാലഘട്ടത്തിലെ ആരോഗ്യത്തെ സംബന്ധിച്ചുള്ള സൂംബ ഡാൻസിനെ കുറിച്ചുള്ള ഇവരുടെ പരിമിതമായിട്ടുള്ള അല്ലെങ്കിൽ ഇരുളടഞ്ഞ ചിന്താഗതിയിലെ അറിവ് എത്രത്തോളം ഉണ്ടെന്ന് നിങ്ങൾക്ക് ചിന്തിക്കാം. അന്ന് മാമുക്കോയ്ക്ക് അനുഭവത്തിന്റെ അടിസ്ഥാനത്തിൽ ഇങ്ങനെ തുറന്നു പറയേണ്ടി വന്നത് എന്തുകൊണ്ടെന്ന് ആ ഒരു കാലഘട്ടത്തിൽ നിന്നൊന്ന് ആലോചിച്ചാൽ നിങ്ങൾക്ക് ഉത്തരം കിട്ടും. ഞാൻ ചെറുപ്പത്തിൽ കേട്ട കുറെ ഹറാമുകളുണ്ട്. ഫോട്ടോ എടുക്കാൻ പാടില്ല, ഹറാമാണ്. എല്ലാവരും കേട്ട് കാണും ഫോട്ടോ എടുക്കുന്നത് ഹറാമാണെന്ന്. പിന്നീട് ഹജ്ജിന് പോകണമെങ്കിൽ പാസ്പോർട്ട് വേണമെന്നുള്ള സമ്പ്രദായമുണ്ട്. പാസ്പോർട്ട് കിട്ടണമെങ്കിൽ പാസ്പോർട്ടിന്റെ ആള് ഫോട്ടോ വെക്കണം എന്ന് പറഞ്ഞു. അപ്പൊ ഹറാം ഓട്ടോമാറ്റിക്കലായിട്ട് ഹലാലായി.